മുജീബ് കിച്ചണിലേക്ക് വെക്കണ ബാസ്ക്കറ്റ് ഉണ്ടാവും. അതുണ്ടല്ല, ഏതാണ് വേണ്ടിയ ബാസ്ക്കറ്റ്? പ്ലേറ്റ് ബാസ്ക്കറ്റും താലി ബാസ്ക്കറ്റും. ആര് പറഞ്ഞാൽ അങ്ങനെ? പ്ലേറ്റ് ബാസ്ക്കറ്റ് താലി ബാസ്ക്കറ്റും ഏകദേശം സെയിം തന്നെയാണ്. അപ്പൊ ആ പ്ലേറ്റും താലി തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നാദിർഷ, ഇതാണ് ഈ പറഞ്ഞ രണ്ട് ബാസ്ക്കറ്റുകൾ, താലിയും പ്ലേറ്റ് ബാസ്ക്കറ്റുകൾ എന്ന് പറഞ്ഞ രണ്ട് ബാസ്ക്കറ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ നാദിർഷക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഏതാണ് പ്ലേറ്റ് ഏതാണ് താലിന്ന്? ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവായിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് തന്നെ ഇത് 15 ഇതിന്റെ മന്നെ 15 തന്നെയാണ്. ഇതിങ്ങാട് 20 ഇതിന്റെ മന്നെ 20 തന്നെയാണ്. ഇതിന്റെ ഹൈറ്റ് തന്നെ 8 ഇഞ്ചാണ്. ഇതിന്റെ ഹൈറ്റ് തന്നെ 8 ഇഞ്ചാണ്. ഇതിന്റെ അകത്ത് പ്ലേറ്റും താലിയും വെക്കാനുള്ള കള്ളികൾ രണ്ടിലുണ്ട്. അപ്പം ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പം ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം പറയാം. ഇതാണ് നമ്മ താലി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന വെച്ചാൽ സ്റ്റീലിന്റെ പ്ലേറ്റ്, ഇങ്ങനെ വളഞ്ഞ പ്ലേറ്റിനാണ് താലി. സാധനം ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കുള്ളൂ. എന്താ ഇത് വളരെ സിമ്പിളായിട്ട് കയറും. അതിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗം അതാണ്. അല്ലാതെ വേറെ മാർഗം ഉണ്ടെന്ന് വെച്ചാൽ ഇത് താലി ബാസ്ക്കറ്റിൽ നിന്ന് ഉപയോഗം മെയിനായിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ കിളക്കാൻ ഉപയോഗിക്കുക. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അതായത് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഇങ്ങനെ കവിടുള്ള പാത്രങ്ങൾ വെക്കാൻ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റാണ് താലി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞത്. പ്ലേറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ പ്ലേറ്റുകൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ബാസ്ക്കറ്റുകളാണ്. അപ്പോൾ അതാണ്, പ്ലേറ്റിന് സ്പേസ് കുറച്ച് മതിയല്ല. ഇത് താലി ബാസ്ക്കറ്റ്, ഇത് താലി ബാസ്ക്കറ്റാണ്, ഇത് പ്ലേറ്റ് ബാസ്ക്കറ്റാണ്. ഈ താലി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പെല്ലാം കുറച്ച് കൂടുതലായിരിക്കുള്ളൂ. അതായത് ഇതിലിപ്പോൾ ഒരു 12 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതേ നോക്കിയാൽ അറിയാം. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം ഉണ്ടാവും. ഈ 20 ഇഞ്ചിൽ 12 എണ്ണം ഏകദേശം ഉള്ളതാണ് താലി ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ചില കമ്പനികളിലെ എണ്ണം ചിലപ്പോൾ ഒരെണ്ണം കൂടെ കൂടുതലുണ്ടാവും. അതേ സ്ഥാനത്ത് ഇതാവുമ്പോൾ 14 എണ്ണം ഉണ്ടാവും. പ്ലേറ്റ് ആകുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ഷോപ്പുകാരും ചെയ്യണമെന്ന് വെച്ചാൽ താലി ബാസ്ക്കറ്റ് വെച്ചാൽ താലി ഇല്ലെങ്കിൽ പ്ലേറ്റും കൊടുക്കും, പ്ലേറ്റ് ബാസ്ക്കറ്റ് ഇല്ലെങ്കിൽ താലിയും കൊടുക്കും. ഇങ്ങനെയാണ് ഷോപ്പുകാരെല്ലാവരും ചെയ്യുന്നത്, നോർമലി എല്ലാവരും ചെയ്യുന്നത്. ചില ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഈ ബാസ്ക്കറ്റിൻ്റെ ഫ്രണ്ട് വന്ന പോർഷൻ ഇതാണ്. ഫ്രണ്ടിൽ ഇതിൻ്റെ ഫ്രെയിം ഫിറ്റ് ചെയ്യാനായിട്ട് ഇതുമ്പോൾ പറ്റും. അല്ല, ബാസ്ക്കറ്റിൻ്റെ സ്ലൈഡർ പിടിപ്പിക്കാനുള്ള പോർഷനാണ് ഇത് രണ്ടും. അപ്പം ഒരു സ്ലൈഡർ ഇവിടെയും വെക്കാം, ഇടത്തും വെക്കാം. അപ്പം ഇതിനുള്ള ആക്സസറീസ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ബാസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഇനിയെങ്കിലും ഇനി നമ്മൾ അടുത്ത വർക്കിന് നമുക്കിനി അടുത്ത വീട് ഒക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ കിച്ചൺ ബാസ്ക്കറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇത് കമ്പനി ബ്രാൻഡ് നെയിമിലുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക, ബാസ്ക്കറ്റുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 304 അല്ല 316 ബാസ്ക്കറ്റുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 316 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുള്ളൂ. കുറച്ച് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാകുന്നുള്ളൂ. നോർമലി 304 ആണ് നോർമലി ബാസ്ക്കറ്റുകൾ ഉള്ളത്. പിന്നെ ഇതിൻ്റെ റാഡിൻ്റെ തിക്നെസ് നോക്കുക. ഇതിൻ്റെ ബാസ്ക്കറ്റ് പിടിപ്പിക്കാനുള്ള ക്ലാമ്പുകളൊക്കെ ഇതുമ്മ ഉണ്ടാകുന്ന നോക്കാം, ഇതിൽ പാക്കറ്റിൽ ഉണ്ടാകുന്ന നോക്കുക. സ്ലൈഡർ പിടിപ്പിക്കാനുള്ളതൊക്കെ ബെൻഡ് ഉണ്ടാകുന്നൊക്കെ നോക്കുക. ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ ബാസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബാസ്ക്കറ്റിനുള്ള ക്ലാമ്പുകളൊക്കെ ബാസ്ക്കറ്റിൻ്റെ പാക്കിൽ ഉണ്ടാകുന്ന നമ്മൾ കൺഫേം ചെയ്യുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലൈഡറുകളും അത്യാവശ്യം 304 അല്ലെങ്കിൽ 3166 സ്ലൈഡറുകളൊക്കെ ഉപയോഗിക്കുക. പിടിപ്പിക്കാനുള്ള ഏരിയയിൽ നമുക്ക് ഇതുപോലുള്ള പ്ലേറ്റുകൾ ഉണ്ടാകുന്ന ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള അറിവിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.